ഹായ് വെൽക്കം ബാക്ക് ടു അനിയാസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ബഹ്റിനിൽ വന്നാൽ മസ്റ്റായിട്ട് സന്ദർശിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേസായ നമ്മുടെ ബഹ്റിൻ നാഷണൽ മ്യൂസിയം. അങ്ങനെ താണ്ടേ നമ്മൾ മുഹാറക്കിൽ എത്തിയിട്ടുണ്ട്. മുഹാറക്കിലെ ഈ ഒരു ഹോട്ടലുണ്ടല്ലോ, എലൈറ്റ് റിസോർട്ട് ആൻഡ് സ്പാ, ഈ ഒരു ഹോട്ടലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, ഞങ്ങൾ ആദ്യമായിട്ട് ബഹ്റിനിൽ വന്ന ദിവസങ്ങളുണ്ടല്ലോ, അതായത് 4 വർഷം മുമ്പ് ഞങ്ങൾ പ്രവാസ ജീവിതം തുടങ്ങി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം പിരിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന ദിവസങ്ങളിൽ താമസിച്ചൊരു ഇടമാണ് എലൈറ്റ് റിസോർട്ട് ആൻഡ് സ്പാ. അങ്ങനെ അതുവഴിയുള്ള റോഡിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പഠനമെല്ലാം കഴിഞ്ഞ് നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് മിക്കവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി അങ്ങോട്ട് ഗൾഫിലോട്ടായിരിക്കുമല്ലേ? അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാവരോടത്ത് എനിക്ക് ഒരൊറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, ഞാനോ ഗൾഫിലോട്ടോ? ഒരു ചാൻസും ഇല്ല, ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ, എനിക്കൊരു ഗൾഫിലും പോകണ്ടേ. ആ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ഗൾഫിലിരുന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് എല്ലാവരും വിട്ടു വന്നതിൻ്റെ ഒരു വിഷമം എല്ലാം മാറിക്കൊണ്ടിരുന്നത് ഈ ഹോട്ടലിൽ നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അതായത് ഒത്തിരി കടലിൻ്റെയും നല്ല സൂര്യനെല്ലാം ഉദിച്ചു വരുന്ന നല്ലൊരു കാഴ്ച, അതും ഒത്തിരി ഫ്രണ്ട്സും അവരൊക്കെ കൂടിയാണ് നമ്മുടെ ഈ ഒരു വിഷമം എല്ലാം നമ്മൾ മറികടന്നത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് വിട്ടു വന്നതിൻ്റെ ഒരു വിഷമം. അങ്ങനെ നമ്മൾ ഇതാണ്ട് ബഹ്റിൻ നാഷണൽ മ്യൂസിയത്തിലോട്ട് എത്തി. അങ്ങനെ നമ്മൾ നാഷണൽ മ്യൂസിയത്തിലോട്ട് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. 36 വർഷം മുമ്പാണ് ഈ ഒരു മ്യൂസിയത്തിന് തുടക്കം കുറിച്ചത്. അതായത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 1988 ഡിസംബർ 15-നാണ് ഈ ഒരു നാഷണൽ മ്യൂസിയത്തിന് തുടക്കം കുറിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തേനൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ 2024 ഡിസംബർ 15-നാണ്. അങ്ങനെ നമ്മൾ ഇതാണ്ട് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ ഒരു കാഴ്ച തന്നെ ഒത്തിരി ചെടികളും ഒത്തിരി നല്ല നല്ല കാഴ്ചകളെല്ലാം ആ ഒരു സൈഡിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ആ വെളിയിൽ തന്നെ നമുക്ക് ഒത്തിരി നടക്കാനുള്ള സ്പേസും അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം വാഹനമെല്ലാം അതിനകത്തുണ്ട്. മ്യൂസിയത്തിന് വെളിയിൽ തന്നെ ഒത്തിരി കൊത്തുപണികളാൽ മനോഹരമാക്കി എല്ലാവരും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല മനോഹരമാക്കി തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പല പല രൂപങ്ങളിൽ ഒത്തിരി നല്ല വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് അമ്മയും കുഞ്ഞും. അങ്ങനെ ഒത്തിരി നല്ല ഉണ്ട്. നമുക്ക് ഫോട്ടോയ്ക്കെല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി നല്ല നല്ല കൊത്തു വർക്കുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ വെളിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അകത്തോട് പ്രവേശിക്കുകയാണ്. കണ്ടില്ലേ, അങ്ങനെ ഇതുവഴി ഈ ഡോർ വഴി നമ്മൾ അകത്തോട് പ്രവേശിക്കുക. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷനോട് ചേർത്ത് തന്നെ നമുക്ക് ഒത്തിരി ചുമർ വർക്കുകൾ കാണാൻ പറ്റും. അവരുടെ ഡീറ്റെയിൽ എല്ലാം അവരോടെ കൊത്തിവെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ നമ്മൾ അകത്തോട് പ്രവേശിക്കാം. നമുക്കിവിടെ ഫീസ് എന്ന് പറയാനായിട്ട്, നമുക്ക് അകത്തോട് പ്രവേശിക്കാനായിട്ട് എൻട്രി ഫീസ് അഡൾട്ടിന് 1 ദിനാറും ബഹ്റിൻ ദിനാറും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 500 ഫിൽസാണ് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. അംഗവൈകല്യമുള്ളവർക്ക് ഇവിടുത്തെ എൻട്രി ഫീസ് തികച്ചും സൗജന്യമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്കിവിടെ ക്യാഷ് പേയ്മെൻറ്റ് പറ്റത്തില്ല. ഓൺലി കാർഡ് മാത്രമേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം. ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഈ ഒരു മ്യൂസിയം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ മ്യൂസിയം ഓപ്പൺ ആയിരിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ഈ ഒരു ടൈല് കണ്ടില്ലേ, അകത്ത് ഈ ഒരു ടൈൽ കംപ്ലീറ്റ് അവർ ബഹ്റിൻ്റെ ഒരു മാപ്പാണ് ഇതിനകത്തോട്ട് അവർ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മിക്ക മ്യൂസിയങ്ങളിൽ നമ്മൾ കാണുന്ന ഇവിടുത്തെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ഐറ്റംസ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണം പേയ്മെൻറ്റ് ചെയ്ത് മേടിക്കാവുന്നതാണ്. ഇവിടുത്തെ ഓരോ രൂപങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാം ഇവിടുത്തെ ബഹ്റിനിലെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫോട്ടോ ഫ്രെയിംസ്, ബഹ്റിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ക്യാപ്ചേഴ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. കണ്ടില്ലേ, ഒത്തിരി മനോഹരമായി തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാം ഇവിടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒത്തിരി വെറൈറ്റി നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പുള്ള ഓരോ ഓർണമെൻറ്റ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ നമ്മളിനി കാണാൻ പോകുന്ന പണ്ട് കാലങ്ങളിൽ ഇവരിവിടെ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ, ഒത്തിരി പഴക്കമുള്ള പല വെറൈറ്റിയുള്ള കല്ലുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ അവരവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ ഒന്നും സത്യം പറഞ്ഞാൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റിയതായിട്ടില്ല. എല്ലാം നമ്മളിവിടുത്തെ ഫുൾ ക്യാപ്ചേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണാൻ ശ്രമിക്കണം. കണ്ടില്ലേ, പണ്ട് കാലങ്ങളിൽ ഇവർ ഓരോ പണിയുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെ എല്ലാം പണിയുന്നതിൻ്റെയും വീട് പണിയുന്നതിൻ്റെയും എല്ലാം പണ്ട് കാലങ്ങളിലുള്ളതിൻ്റെ എല്ലാം ഓരോ രൂപങ്ങൾ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ് പണ്ട് കാലങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഒത്തിരി പാത്രങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. കണ്ടില്ലേ, പല വെറൈറ്റി ആയിട്ടുള്ള എത്രയോ പഴക്കങ്ങളായിട്ടുള്ള കുറേ ഒത്തിരി പാത്രങ്ങളും
മൺചട്ടികളും തകിടിൻ്റെ പാത്രം എന്ന് വേണ്ട എല്ലാം ഇവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനും അതിൻ്റെ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാവുന്നതാണ്, കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ത് രസമല്ലേ കാണാൻ. ഓരോരോ മൺഭരണികളും അടുക്കളയിലെല്ലാം അവർ യൂസ് ചെയ്തിരുന്ന ഓരോരോ പാത്രങ്ങളും അതുപോലെ തന്നെ അവരിവിടെ കൊടുത്തിരുന്ന പണിയായുധങ്ങൾ, അവർ പണികൾക്കെല്ലാം ഉപയോഗിച്ചിരുന്ന ഓരോരോ ആയുധങ്ങളെല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അനുമോളാണ് എല്ലാം നടന്ന് കാണുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഗേറ്റിൻ്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ആ ഒരു എന്ത് പെർഫെക്ഷൻ ആയിട്ടാണല്ലേ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിൻ്റെ ഒരു ഗേറ്റിൻ്റെയും ഒരു കാവൽ പടയാളിയുടെയും എല്ലാതിൻ്റെയും ഒരു രൂപരേഖ അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നിലും ടച്ച് ചെയ്യരുത് എന്നിവർ പ്രത്യേകം പറയുന്നുണ്ട്. അനുമോക്കാണെങ്കിൽ ഇങ്ങനെയും തൊടണം എല്ലാം ഒന്ന് തൊട്ട് നോക്കണം എന്നുള്ളൊരിതാണ്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇവിടെ എല്ലാം അവർ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാതിൻ്റെയും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ചൊന്ന് ഭയപ്പെടുത്തുന്ന ടൈപ്പുള്ള കാഴ്ചകളാണ്. ആ പേര് കണ്ടപ്പോഴേ മനസ്സിലായി കാണൂലേ, ബോർഡ് കണ്ടപ്പോഴേ മനസ്സിലായി കാണൂലേ. അത്ര വലിയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കുറച്ചൊന്ന് നമുക്കൊന്ന് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയൊരു നമ്മളൊന്ന് പുറകിലോട്ടൊത്ത് തിരിഞ്ഞു നോക്കും. ആ ഒരു ടൈപ്പുള്ള കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ആ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. കണ്ടില്ലേ, മണ്ണിനിടയ്ക്ക് നല്ലൊരു രൂപം തന്നെയുണ്ട്. ഈ ഒരു ഏരിയയിൽ എന്താണ് നമ്മൾ കാണാൻ വന്നതെന്നല്ലേ, ഇത് തന്നെയാണ് നമ്മൾ കാണാൻ വന്നത്. കണ്ടില്ലേ, ഒത്തിരി ശവശരീരങ്ങളുടെ എല്ലും അസ്ഥികളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇവർ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ശവശരീരങ്ങളെല്ലാം മറവ് ചെയ്തിരുന്നതെന്നും എങ്ങനെ മൺപാത്രങ്ങളിലും അതുപോലെ തന്നെ ഈ കല്ലുകൾക്കിടയിലും കുഴികളുണ്ടാക്കി എങ്ങനെയൊക്കെ ഏതൊക്കെ പല രീതിയിലാണ് ഇവർ ശവശരീരങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്കിവിടെ കാണാവുന്നതാണ്. ഓരോ അസ്ഥി രൂപങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒത്തിരി പാറകൾക്കിടയിലെല്ലാം, കണ്ടില്ലേ, കല്ലുകൾക്കിടയിലെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോരോ അസ്ഥിത്തറകളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള മൺപാത്രങ്ങളിലും ഇവരിതുപോലെ തന്നെ ശവശരീരങ്ങളെല്ലാം മറവ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഓരോരോ പണ്ട് കാലങ്ങളിൽ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ആദ്യം ഒന്ന് ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കുമെന്ന്. കണ്ടില്ലേ, പല പാത്രം ഒത്തിരി പഴക്കമുള്ള അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള എത്ര വർഷം മുമ്പ് ഉള്ളതാണെന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലം ഉപയോഗിച്ച വളകളും മാലകളൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി പാത്രങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ മെയിനായിട്ട് കിടക്കുന്ന നമ്മുടെ അനാറ്റമി ലാബ് ഉണ്ടല്ലോ, ഓസ്റ്റിയോ ലാബ്, അതിനകത്താണ് നമ്മുടെ പ്രവേശിക്കുന്നത്. നമ്മുടെ ബോൺസിൻ്റെ അങ്ങനെ ജസ്റ്റ് നമ്മൾ അനാറ്റമി ലാബിൽ കാണുന്ന പോലത്തെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വ്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ബോൺസിൻ്റെയും തലയോട്ടിയുടെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവരോട് പിക്ചേഴ്സ് എല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കൈൻ്റെയും കാലിൻ്റെയും എല്ലാ ബോൺസും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ പിന്നെ അനാറ്റമി ലാബിലെല്ലാം കാണുന്നത് നമ്മുടെ റുട്ടീനായിട്ടുള്ള ഓരോ രൂപങ്ങളാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി. സത്യം പറയല്ലോ, നമ്മളധികം നേരം അവിടെ നിന്നില്ല, നമ്മൾ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി, കണ്ടില്ലേ, അവിടുന്ന് ആ ഒരു അവരെ ക്രമീകരിച്ചിരിക്കുന്ന ലൈറ്റിങ് എല്ലാം കാണാൻ തന്നെ നല്ലൊരു രസമാണ് നമുക്ക് കാണാൻ തന്നെയായിട്ട്. ഇനി നമ്മൾ കാണാൻ പറ്റുന്ന പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവർ എല്ലാതും സെപ്പറേറ്റ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷണൽ ഐറ്റംസ് ആണ്. ഇവിടെ എങ്ങനെയാണ് ഇവരെ പണ്ട് കാലങ്ങളിലെ ആചാരങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം. ഇത് എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇവരൊരു വീട്ടിലുണ്ടാകുന്ന ഒരു കല്യാണ പാർട്ടി, അതെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു അമ്മയും കുഞ്ഞു തൊട്ടിലിൽ കിടക്കുന്നതായിട്ട് കാണാം. അമ്മ ചെറിയ തുണികളെല്ലാം ഇങ്ങനെ സൂചി കൊണ്ട് തയ്യായിരിക്കാം. അതിൽ നമുക്ക് അതിൻ്റേതായുള്ള പണ്ട് കാലത്തെ ഫോട്ടോ എല്ലാം നമുക്കിവിടെ കാണാവേ. പിന്നെ മെയിനായിട്ട് ഞാൻ ഒത്തിരി സമയം ചിലവഴിച്ചതാണ്ട് ഈ ഒരു ഏരിയയിലാണ്. ഒരു അറബി വീട്ടിലുള്ള എല്ലാ പണ്ട് കാലങ്ങളുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും എന്ത് പെർഫെക്ഷനല്ല അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ. ഒരു കോഴിയുടെ രൂപങ്ങളായവട്ടെ, മെയിനായിട്ട് എനിക്ക് ആ പൂച്ചക്കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോണ്ടല്ലോ, ആ ഒരു സൈഡിലൊരു പൂച്ച, കോഴി, എല്ലാം കിണറ്, എല്ലാ ഐറ്റം അവരവിടെ ഉണ്ടാക്കി. കണ്ടില്ല, പൂച്ചേനെ കാണാൻ എന്ത് പെർഫെക്റ്റല്ലേ. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്നൊക്കെ നോക്കും ഒറിജിനലാണോ എന്നുള്ളത്. അതെല്ലാം അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കിപ്പോകും, കാരണം അത്രയ്ക്ക് ക്ലിയർ ആൻഡ് ഡീറ്റെയിൽ ആയിട്ടാണ് അവരവിടെ
എല്ലാതും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ, ഒരു അറബി വീട്ടിൽ എല്ലാവരും ചെയ്യുന്ന, ഡെയിലി ചെയ്യുന്ന ഒരു റുട്ടീൻ, ഒരു രാവിലത്തെ ഒരു റുട്ടീൻ, ആ ഒരു രീതിയിലാണ് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായത്. കണ്ടില്ലേ, അമ്മയാവട്ടെ, മക്കളാവട്ടെ, അച്ഛനാവട്ടെ, എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഓരോരോ കോഴിമുട്ടയിലായിട്ടിരിക്കുന്ന എല്ലാം കണ്ടില്ലേ, ഒരു കുഞ്ഞിരിക്കുന്നു എന്ന് വേണ്ട എല്ലാം കണ്ട, അടുപ്പിൽ തീ കത്തുന്നതും, പണ്ട് കാലങ്ങളിലെ പൊടിയെല്ലാം അരി അരയ്ക്കും, അങ്ങനെ ഓരോന്നെല്ലാം ഇടിക്കുന്നതും, വെയിറ്റ് മുകളിൽ കണ്ടില്ലേ ഒരു പ്രാവ് വരെ ഇരിക്കുന്ന എല്ലാം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി സമയം ചിലവഴിച്ച് അവിടെ തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കല്യാണ വീട്ടിലെ വിശേഷങ്ങളാണ്. കണ്ടില്ലേ, ഒരു കല്യാണ വീട്ടിലൊരു പെണ്ണിനെ ഒരുക്കിയിട്ടിരിക്കുന്ന, കല്യാണ പെണ്ണ് ഒരുങ്ങിയിരിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ പിക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ അവർ പണ്ട് കാലങ്ങളിൽ തലയിലെ ഹെയർ കെയറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഐറ്റംസാണ്. എല്ലാം അവിടെ ഡീറ്റെയിൽ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു കല്യാണ പെണ്ണ് ഒരുങ്ങിയതിന് ശേഷം വിത്ത് ഓർണമെൻറ്റ്സ്, പണ്ട് കാലങ്ങളിലെ ഓർണമെൻറ്റ്സ് കണ്ടില്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ കാണാത്ത ടൈപ്പുള്ള വല്ല വെറൈറ്റി. ഇതൊരു ഇരിപ്പിടമാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ അപ്പച്ചന്മാരെല്ലാം ചായ കുടിക്കാനായിട്ട് വൈകുന്നേരങ്ങളിലായിട്ട് സമയം ചിലവാക്കുന്ന ഒരു ഇടമുണ്ടല്ലോ, അതുപോലെ ഒരു ഇടമാണ് അവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരവരുടെ ഡേറ്റ്സ് എല്ലാം കഴിച്ച് ചായ കുടിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരാൾ വല നെയ്യുന്നുണ്ട്. അങ്ങനെ അവർ റിലാക്സ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ ഇതിൻ്റെയും ഡീറ്റെയിൽ. ഇതൊരു നമ്മുടെ പണ്ട് ഓലപ്പര ഉണ്ടല്ലോ, നമുക്ക് അതിന് പകരമുള്ള ഈന്തപ്പനയുടെ ഇല കൊണ്ടുള്ള ഒരു പെരയുടെ രൂപങ്ങളെല്ലാം ഉണ്ട്. ഡെയിലി സ്ത്രീകളെല്ലാം കുടുംബങ്ങളിൽ അവർ ചെയ്യുന്ന ഓരോ വർക്കുകളുടെയും, ഒരു കുടുംബനാഥൻ്റെയും എല്ലാവരുടെയും എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചിപ്പി ഉണ്ടല്ലോ, മുത്ത് പേൾ എടുക്കുന്നതിൻ്റെ ഓരോ പിക്ചേഴ്സാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഷിപ്പിൻ്റെ ഉണ്ട്, ഒരു പായൽ കപ്പലിൻ്റെ ഒരു രൂപം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ബ്ലൂ ലൈറ്റോട് കൂടി തന്നെ. തൊട്ടപ്പുറത്തായിട്ട് മീൻ പണ്ട് കാലങ്ങളിൽ ചുട്ടത് കഴിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ പേൾ എടുത്തതിന് ശേഷം പേളുകളെല്ലാം ഒരു പാത്രങ്ങളിലും, അതുപോലെ തന്നെ ആ പേൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഓരോ മുത്തുമാലകൾ കണ്ടില്ലേ, ആ ഒരു ടൈപ്പിലുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് കയറുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു ചന്ത, പണ്ടത്തല്ല ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ഒത്തിരി ചെരുപ്പ് കുത്തിയുണ്ട്, അത് ചെരുപ്പ് കുത്തിയും അതുപോലെ തന്നെ എല്ലാ ജോലികളിലും ഏർപ്പെടുന്ന, പണ്ട് കാലങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അറബികളുടെയും എല്ലാവരും മരപ്പണിക്കാരൻ്റെയും ചെരുപ്പ് കുത്തി, മരപ്പണി, അതുപോലെ തന്നെ പില്ലോ മേക്കർ, അങ്ങനെ എല്ലാവരും പല പല രീതിയിൽ. ബാർബർ കണ്ടില്ലേ, ബാർബർ ഷോപ്പിലുള്ള വിശേഷങ്ങളാവട്ടെ എല്ലാം നമുക്ക് അവരോട് കറക്റ്റായിട്ട്. അതുപോലെ തന്നെ കുബൂസ്, ചപ്പാത്തി മേക്കർ കണ്ടില്ലേ, ഈ ഒരു അടുപ്പ് ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്ന ഓരോ ഷോപ്പുകൾ ഇപ്പോഴും ഉണ്ട്. കണ്ട, കുബൂസ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, നമുക്ക് ആ ഒരു അടുപ്പാണ്, പ്രത്യേകമുള്ള അടുപ്പ്, അതിനകത്താണ് കുബൂസ് എല്ലാം ചുട്ടെടുക്കുന്നത്. കണ്ട, ഒരു മാർക്കറ്റിൻ്റെ ഒരു രീതിയാണ് അവരവിടെ എല്ലാം സെറ്റ് ചെയ്തത്. ഒരു ചായക്കട, പണ്ട് കാലങ്ങളിൽ ഒരു അറബി ചായക്കടയാണ് നമുക്കിവിടെ കണ്ടത്. അതുപോലെ തന്നെ ഒത്തിരി ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ല, അവരവിടെ പുക വലിക്കാൻ വരുന്ന, ആ പുക വലിക്കുന്നതിൻ്റെ ഇതെല്ലാം മ്യൂസിക്കെല്ലാം കേട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലം. ഇത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു രൂപമാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്കിവിടെ ഒത്തിരി നടന്ന് കാണാനായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, നമുക്ക് നടന്ന് ഒത്തിരി ഇതാണ്ട് ഇതുപോലുള്ള ഓരോരോ വെറൈറ്റി ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കാണാം. പ്രത്യേകം എടുത്ത് പറയേണ്ടത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ കുറേ ബുക്സിൻ്റെ എല്ലാ ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild, never sleep, never stop. അങ്ങനെ തന്നെ നമ്മൾ മുകളിലെ കാഴ്ചയെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടത് സൈഡിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് പണ്ടത്തെ ഒരു രാജകുടുംബം ഉപയോഗിച്ചൊരു വാഹനമാണ്. ആ ഒരു രാജകുടുംബത്തിൻ്റെ ഒരു ഫാമിലി ഫോട്ടോ നമുക്ക് ആ ഒരു
പിക്ചർ രൂപത്തിൽ അവരവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ, കറക്റ്റ് ആ ഒരു എന്തൊരു പ്രൗഡി ആയിട്ട് തന്നെ ഇപ്പോഴും ആ വണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വണ്ടി വെളിയിലിറങ്ങിയുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയല്ലേ, എന്തൊരു സ്റ്റാൻഡേർഡല്ലേ കാണാൻ തന്നെ. ഇത് എത്ര വർഷം മുമ്പുള്ള വണ്ടിയാണെന്നറിയാമോ? 1932 വണ്ടിയാണ്. അതിൻ്റെ RC ബുക്കെല്ലാം അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്പിനി എല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വണ്ടിയുടെ. കണ്ടോ, അൻമോള ബുക്കിൻ്റെ അടുത്ത് മാറുന്നില്ല, അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ താണ്ടേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. വെളിയിലെ കാഴ്ച എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടില്ലേ, നമ്മുടെ ആ ഹോട്ടൽ നമുക്ക് പിന്നെയും കാണാം. പിന്നെ നമുക്ക് താണ്ടേ ഇതിൽ ഒത്തിരി നടക്കാനുള്ള ഒത്തിരി നല്ല നല്ല സ്പേസ് ഉണ്ട്. കടലാണ് തൊട്ടപ്പുറത്തുള്ളത് കണ്ടോ. അങ്ങനെ അവിടെയും നമുക്ക് നല്ലൊരു രൂപമുണ്ട്. അങ്ങനെ അവിടെ എല്ലാം നമ്മൾ കറങ്ങി അടിച്ച് നമുക്ക് നല്ല കാറ്റും വെളിച്ചും എല്ലാം കൊണ്ട് നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് കറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്പേസാണ് ഇവിടെ. അപ്പോൾ പരമാവധി ബഹ്റൈനിലുള്ള എല്ലാവരും മാക്സിമം ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna ഈ ഒരു മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ഒരു കഫേ നമുക്കിവിടെ കാണാവുന്നതാണ്. കണ്ടോ, ഒരു പോസിറ്റീവായിട്ടുള്ള വൈബാണ് നമുക്ക് ഈ ഒരു കഫേയിൽ നിന്ന് ലഭിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യാൻ തന്നെ തോന്നും. കണ്ടില്ലേ, നല്ല എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ അവരോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കങ്ങനെ ഇവിടെ കുറച്ച് നേരം ഒന്ന് സമയം ചിലവഴിച്ച് നമുക്ക് വേണം ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നായാലും നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നെങ്കിലും നമുക്ക് വെളിയിൽ ഒത്തിരി ചെയർസ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി റെഫർ ചെയ്യാനും നമുക്ക് അവിടെ ഇരുന്ന് വായിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒത്തിരി ബുക്സ് ഇവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കെടുത്ത് വായിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കറക്റ്റായിട്ട് പറയാൻ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എല്ലാം ചെയ്ത് നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കൊന്ന് വന്ന് ഒന്ന് വീക്കെൻഡും എല്ലാം നമുക്കൊന്ന് വന്ന് എൻജോയ് ചെയ്യാനും നമ്മുടെ മൈൻഡെല്ലാം ഒന്ന് ഈ ബിസി ലൈഫിൽ നിന്നൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ് ഇതെന്ന് പറയുന്നത്. അനുമോൾ അങ്ങനെ ഒരു ന്യൂട്ടെല്ല ചോക്കോ കേക്കാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ന്യൂട്ടെല്ലയുടെയും ചോക്ലേറ്റിൻ്റെ എല്ലാം ഫ്ലേവർ എല്ലാം കൂടി നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. ഇവിടുത്തെ ഒരു 2.5 ദിനാറാണ് ഈ ഒരു പീസ് കേക്കിനായിട്ട്. എങ്കിലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നേ. our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The glass. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടായിരുന്നേ. കാരണം മറ്റൊന്നുമല്ല, അവളുടെ പേര് ഈ ഭിത്തിയിൽ എഴുതി വയ്ക്കാമല്ലോ. ഓൾറെഡി ആ ഒരു ഏരിയ ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു. എല്ലാവരും പേരും ഓരോ വാക്കുകളെല്ലാം എഴുതി വെച്ച് കംപ്ലീറ്റ് ആയിരുന്നു. അവൾ അതുപോലെ തന്നെ അവളുടെ പേരെല്ലാം എഴുതി വയ്ക്കാൻ നോക്കി. അവിടുത്തെ മാർക്കർ എടുക്കാൻ നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അവളത് വേറെ നമ്മുടെ കയ്യിലുള്ള പെൻ ഉപയോഗിച്ച് അവളുടെ പേരെല്ലാം അവിടെ കൊത്തിവെച്ചു. അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അത്. എന്നാൽ നമ്മൾ റീസെൻ്റ്ലി ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു സ്പോട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. കണ്ടില്ലേ, അതുപോലെ അവളവിടെ പേരെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഫുൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് വരാം. Hearts beat
To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon, we lay awake in bed. The laughs so loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. അങ്ങനെ താണ്ട് നമ്മൾ ഫുൾ കാഴ്ചകളെല്ലാം കണ്ട് വെളിയിലോട്ട് ഇറങ്ങുവാണ്. കണ്ടോ, ഈ ഒരു ടൈലിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈ ബഹ്റിനിലെ ഫുൾ ഏരിയ നമുക്ക് ഇതിൽ അവരവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ താമസിക്കുന്ന സൽമാനിയ ഏരിയ എവിടെയാണെന്നെല്ലാം നമ്മൾ നോക്കി, മനാമ എല്ലാം നമുക്ക് ഈ ഒരു ബഹ്റിൻ്റെ ഫുൾ മാപ്പ് നമുക്ക് അവരവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ വെളിയിലോട്ട് കഴിഞ്ഞു എന്ന് കരുതിയാണ് നമ്മൾ പോയത്. പിന്നെ കുറച്ച് നേരം നമ്മൾ താണ്ടെ ആ ഒരു ഗ്ലാസ് ഡോർ വഴി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെളിയിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റി. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young. പിന്നെ നമ്മൾ കയറിയത് ആർട്സിൻ്റെ ഒരു ലോകത്തോട്ടാണ്. ഇവിടെ ഒത്തിരി ഫോട്ടോ ഫ്രെയിംസും അങ്ങനെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റി. And it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon, we lay awake in bed. The laughs so loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild.
to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. അങ്ങനെ തന്നെ നമ്മൾ മ്യൂസിയത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ കൗതുകം നിറഞ്ഞ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. Our hearts beat to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഇനി പുത്തൻ രുചികളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും ഒത്തിരി നന്ദി.